എവരിവൺ, വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റമിസ് ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ഓണപ്പരീക്ഷ ഇങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഓണപ്പരീക്ഷ നമുക്ക് അടിപൊളിയായിട്ട് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് പഠിക്കണം? ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ നമ്മുടെ ജലം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ ഉണ്ട്. അതിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എനിവേ നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ടേബിൾ കാണാനായിട്ട് സാധിക്കും. 3 വ്യത്യസ്ത സ്രോതസ്സുകളിലെ ജലത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ച റിപ്പോർട്ടാണ് താഴെ നൽകിയിരിക്കുന്നത്. പട്ടിക വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതുക. Examine the test report on water quality made on 3 different sources. Analyze the table and write your finding. അപ്പോൾ ഈ ഒരു ടേബിളിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്? പുഴയുണ്ട്, കുളമുണ്ട്, കിണറുണ്ട് അല്ലേ. അതായത് റിവർ, പോണ്ട്, വെൽ. ഈ 3 ജലസ്രോതസ്സുകളുടെയും സവിശേഷതകൾ, അതായത് അവയുടെ നിറത്തിന്റെ പ്രത്യേകത, ഗന്ധത്തിന്റെ പ്രത്യേകത, ജൈവമാലിന്യത്തിന്റെ പ്രത്യേകത, രാസമാലിന്യത്തിന്റെ പ്രത്യേകത, അതിൻ്റെയൊക്കെ ആ ഒരു സവിശേഷതകൾ നിങ്ങൾക്ക് ഈ ഒരു ടേബിളിൽ കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഈ ഒരു ടേബിൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഏറ്റവും സുരക്ഷിതമായ ജലസ്രോതസ് ഏതാണ്? വിച്ച് സോഴ്സ് ഓഫ് വാട്ടർ ഈസ് ദ സേഫസ്റ്റ് ടു ഡ്രിങ്ക്? നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ജലസ്രോതസ് ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് പുഴയെടുക്കാം. പുഴയുടെ നിറം എന്ന് പറയുന്നത് കലങ്ങിയതാണ്. അതിന് സ്മെല്ലെന്ന് പറയുന്നത് ഒരു ദുർഗന്ധമുണ്ട്, ജൈവമാലിന്യമുണ്ട്, രാസമാലിന്യമുണ്ട്. ഇത് രണ്ടും ഉണ്ട്. ഇനി കുളം ഒന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ കുളത്തിലും എന്താണ്? കലങ്ങിയത് തന്നെയാണ്. അതുപോലെ തന്നെ അതിന് ദുർഗന്ധം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നേരത്തെ ജൈവമാലിന്യമുണ്ട്, രാസമാലിന്യമുണ്ട്. അതായത് പുഴയുടെയും കുളത്തിൻ്റെയും വെള്ളം എന്ന് പറയുന്നത് ഏകദേശം ഒരേപോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ നമ്മുടെ വെല്ലെടുത്താലോ, വെല്ലെന്ന് പറയുന്നത് അതിൻ്റെ കളർ ക്ലിയർ ആണ്. അതുപോലെ തന്നെ ദുർഗന്ധം ഒന്നുമില്ല. അതുപോലെ നമ്മുടെ ഓർഗാനിക് വേസ്റ്റും ഇല്ല, കെമിക്കൽ വേസ്റ്റും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഏറ്റവും നല്ലതായിട്ട് നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് ഏത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? കിണറാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇനി അടുത്തത്, പുഴ, കുളം എന്നിവയിലെ ജലം കുടിവെള്ളമാക്കി മാറ്റാൻ കഴിയുമോ? എങ്ങനെ? അതായത് നമ്മൾ പല മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ദുർഗന്ധമുള്ള അല്ലെങ്കിൽ മാലിന്യമുള്ള വാട്ടറിനെ നമുക്ക് ക്ലിയർ വാട്ടർ ആക്കി മാറ്റാനായിട്ടൊക്കെ പറ്റും. ഇപ്പം നമ്മൾ ഈ കിണറ്റിലൊക്കെ ക്ലോറിൻ പൗഡർ യൂസ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. അതുപോലെ പല മെത്തേഡ്സ് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ചില മെത്തേഡ്സ് ഇവിടെ ഞാനിവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അരിക്കല്, ക്ലോറിനേഷൻ, ഡിസ്റ്റിലേഷൻ മുതലായ മാർഗങ്ങൾ ഉപയോഗിച്ച് നദിയിലെയും കുളത്തിലെയും വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കാനായിട്ട് നമുക്ക് സാധിക്കും. റിവർ ആൻഡ് പോണ്ട് വാട്ടർ ക്യാൻ ബി മെയ്ഡ് പോർട്ടബിൾ, അതായത് സേഫ് ഫോർ ഡ്രിങ്കിങ്, ആ ഒരു മീനിങ്. യൂസിങ് several methods like as filtration, chlorination and distillation. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ജലസ്രോതസ്സുകളിലെ മലിനീകരണം തടയാൻ എന്തെല്ലാം ചെയ്യണം? വാട്ട് ക്യാൻ ബി ഡു ടു പ്രിവെന്റ് പൊല്യൂഷൻ ഓഫ് വാട്ടർ സോഴ്സസ്? അതിന്റെ ഉത്തരം എന്തായിരിക്കും? ജലമലിനീകരണം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ തന്നെ ജലം എങ്ങനെയാണ് മലിനമാവുന്നത്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം. പക്ഷെ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മലിനീകരണം തടയാൻ നമ്മൾ എന്ത് ചെയ്യണം? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന്, പ്ലാസ്റ്റിക് കവറുകൾ, കുപ്പികൾ, ടിന്നുകൾ എന്നിവ വലിച്ചെറിയുക. ശരിയാണ്. കീടനാശിനികൾ, രാസവളങ്ങൾ, ഫാക്ടറി മാലിന്യങ്ങൾ എന്നിവയും നമ്മൾ വെള്ളത്തിലേക്ക് ഒഴുക്കി വിടരുത്. വീടുകളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നുമുള്ള മലിനജലവും നമ്മൾ ഒഴുക്കി വിടരുത്. അതുപോലെ തന്നെ മാംസ മാർക്കറ്റുകളിൽ നിന്നുള്ള മാലിന്യങ്ങളും വലിച്ചെറിയരുത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറയുന്ന വാട്ടർ ശുചിയാക്കി വെക്കാൻ അല്ലെങ്കിൽ ജലമലിനീകരണം തടയാൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയാൽ മാത്രം പോരാ, ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കത് എഴുതാനും പറ്റണം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജലാംശത്തിന് എന്ത് സംഭവിക്കും? വാട്ട് ഹാപ്പൻ ടു ദ മോയ്സ്ചർ ഇൻ ദ വെറ്റ് ക്ലോത്ത്സ് ആസ് ദേ ഗെറ്റ് ഡ്രൈ? നമുക്കറിയാം, നമ്മളിപ്പോൾ തുണി ഉണക്കാൻ ഇടുക എന്ന് പറഞ്ഞാൽ എന്താണ്? തുണിയിലുള്ള വാട്ടർ കണ്ടന്റുകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ബാഷ്പീകരിച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബാഷ്പീകരിച്ച് പോകുമ്പോൾ പിന്നെ എന്താ സംഭവിക്കുന്നത്? ആ ഒരു തുണി ഡ്രൈ ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചൂടാക്കുമ്പോൾ ജലം ബാഷ്പമായി ഉയരുന്നു. നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജലാംശം ബാഷ്പമായി ഉയരുന്നു. ജലാംശം മുഴുവൻ ബാഷ്പീകരിക്കുന്നത് വരെ ഈ പ്രക്രിയ തുടരുന്നു. അങ്ങനെ തുണികൾ ഉണങ്ങുന്നു. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? വാട്ടർ ഈസ് ഹീറ്റഡ്, ഇറ്റ് റൈസ് അപ്പ് ആസ് സ്റ്റീം ആസ് ദ മോയ്സ്ചർ ഫ്രം ദി ക്ലോത്ത്സ് ഇവാപറേറ്റ് ആൻഡ് ബിക്കം വാട്ടർ വേപ്പർ ആൻഡ് റൈസ് അപ്പ്. ദ ക്ലോത്ത്സ് ഗ്രാജുവലി ബിക്കം drier. The process continues until most of the water has evaporated, leaving the clothes dry. ഓക്കെ, അപ്പം
കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. ഇത് മാത്രമല്ല ഇനിയും ധാരാളം ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം പൃഥ്വി ബാച്ചിന് നിങ്ങൾ കുറേ മക്കൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്ത മക്കൾക്ക് വേണ്ടി നമ്മളിതാ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ഓഫർ കൊണ്ടുവരുവാണ്. നിങ്ങൾക്കായിട്ട് ഇതാ പുതിയൊരു ബാച്ച് ആരംഭിക്കുവാണ്. അപ്പോൾ അതും 10% ഡിസ്കൗണ്ടോട് കൂടി നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് നമ്മുടെ 4ാം ക്ലാസ്സിലെ 5ാം ക്ലാസ്സിലെ 6ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടി സൈലത്തിൻ്റെ ഓൺലൈൻ ബാച്ചാണ്. അപ്പോൾ നമ്മളുടെ ബാച്ചിൽ ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അതിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഫോൺ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആദ്യം വെരി ബെസ്റ്റ്. ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ മുടങ്ങാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. നല്ല രീതിയിൽ എക്സാം എഴുതുക. അപ്പം എനിവേ ആദ്യം വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.